ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ അടുക്കളയിലാണ് ഉള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വണ്ടിയുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സേവനാശം പോയി. ഇപ്പം ഞാനും കുഞ്ഞാവയുണ്ട്. കുഞ്ഞാവ ഉറങ്ങുന്നു. അപ്പോൾ ഞാൻ അവൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാന്ന് വെച്ചിട്ട് അടുക്കളയിൽ കയറിയതാണ്. അപ്പോൾ അടുക്കളയിലോട്ട് കയറിയപ്പോൾ കുറേ പാത്രങ്ങൾ നിരനിരയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് പാത്രം കഴുകി എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഉച്ചക്കലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ കുറേ ദിവസമായി കിട്ടിയിട്ട്, പക്ഷേ ഇതുവരെ മീൻകാരൻ വന്നില്ല. ഇത് ചിലപ്പോൾ വരും, ഇന്നലെ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ കാണാമായിരുന്നു. അപ്പം മനസ്സിലായി ഇനി മീനും നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം. അങ്ങനെ ഇന്നലെ സാമ്പാറും തോരനും വേണ്ടൊക്കെ ആക്കി. അങ്ങനെ നമ്മൾ പാത്രം കഴുകിയായിരുന്നു. കുറച്ച് പാത്രം ഞാൻ കഴുകി. അപ്പം വിചാരിച്ച് എന്തായാലും കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പം എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാത്രം കഴുകിയിട്ട് പോവുകയാണ്. കുറച്ച് പാത്രം കഴുകി വെച്ചായിരുന്നു കേട്ടോ. പാത്രം കഴുകിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാവേ. ഇന്ന് രാവിലെ ആണെങ്കിൽ ഉപ്പുമാവായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കഴിച്ചു. കുഞ്ഞു കഴിക്കത്തില്ലെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ അവൾ കഴിച്ചായിരുന്നു. അപ്പം ഇത്രയും ഉപ്പുമാവ് ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും കഴിക്കാൻ, എന്തെങ്കിലും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല, നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കി കൂടാല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. ഇവിടെ അമ്മയ്ക്ക് സെവനാച്ചനൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ല ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൈയൊക്കെ കഴുകട്ടോ. വേറെ പ്ലേറ്റിലോട്ടൊന്നും ഞാൻ ഇടുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ തിന്നാണ്. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ സമയം ഒരു 11-12 ഉണ്ടായെന്ന് തോന്നുന്നു. ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ വിശക്കാൻ തുടങ്ങും. ഇപ്പം രാവിലത്തെ എന്തെങ്കിലും കുറച്ച് ബാക്കി ഉണ്ടെങ്കിലും ഞാൻ അതെടുത്താൻ കഴിക്കും. അതാണ് എൻ്റെ ജോലി. അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇത് കഴിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പാത്രം നാട്ടെ കഴുകി സെറ്റാക്കി വെച്ചു. ഇനി ഇത്രയും പാത്രമോടെ ഉണ്ട്, അതിൻ്റെ കൂടെ കണ്ടിട്ടുമുണ്ട്. ഒരു കഴുകി ഒന്ന് സെറ്റ് ആകാനുണ്ട്, എല്ലാം അഴുക്കായിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകട്ടെ. പറഞ്ഞ് ഇവിടെ നിൽക്കത്തതേ ഉള്ളൂ. അങ്ങനെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇനി അടുക്കള വിട്ടിട്ടുള്ള സ്ഥലങ്ങൾ ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവൾ എഴുന്നേറ്റില്ല, ഉറങ്ങുകയാണ്. അപ്പം ഇനി അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ഇനി റാഗിയൊക്കെ ആക്കി കൊടുക്കണം. ഇങ്ങനെ എൻ്റെ ക്ലീനിങ് സെക്ഷനൊക്കെ കഴിഞ്ഞു കണ്ടോ. ഇതാണ് ഞങ്ങളുടെ അടുക്കള. ഇനി ചോറിന് ഇനി കറി വേണം. കറിക്ക് ഇനി എന്താ പറയുക, ഞാൻ വിചാരിച്ച് പരിപ്പങ്ങ ഉണ്ടാക്കാമെന്ന്. ഞങ്ങളുടെ എന്താ പറയുക, ഇവിടുത്തെ അപ്പ പറയുന്ന പോലെ പരിപ്പ് ഉണ്ടാക്കാനും എളുപ്പം പാത്രം കഴുകാനും എളുപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഞാൻ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചേക്കും. അപ്പം നമ്മൾ സാദാ പരിപ്പാട്ടോ. സാദാ പരിപ്പ് മീൻസ് എനിക്ക് അറിയത്തില്ല, ഇത് നാട്ടിൽ കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അമ്മ പറയുന്നുണ്ടായിരുന്നു നാട്ടിലൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഇതെന്തോ പരിപ്പാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഹിന്ദിക്കാരുടെ സ്റ്റൈല് പരിപ്പ് കറി. അപ്പോൾ ആ ഒരു പരിപ്പാണ് വെച്ചാൽ തൂരപ്പരിപ്പൊന്നുമല്ല വേറെ. അങ്ങനെ അടുക്കളയിൽ നിന്നും ഞാൻ ഇറങ്ങി ഇനി പോകുന്നത് ഹാളിലോട്ടാണ്. അപ്പോൾ ഹാളിൽ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ലൈറ്റ് ഇടട്ടെ ആദ്യമേ. ഇതാണ് ഹാളിലെ കാഴ്ചകൾ കണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ ഹാളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഹാളിൽ കുറേ കമ്പിളി പുതപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് എടുക്കട്ടെ. തറയൊക്കെ ഇനി തൂത്തൊന്ന് തുടയ്ക്കണം. ഇത്രയും തുണിയുണ്ട്. അപ്പോൾ ഇത് വൈകിട്ട് കൊണ്ട് ഇടാമെന്ന് വിചാരിച്ച്. കാരണം എന്ന് വെച്ചാൽ എന്നും രാവിലെ കൊണ്ട് ഇടുന്നതായിരുന്നു. പക്ഷെ കുഞ്ഞാവയാണെങ്കിൽ അവളിന്ന് നേരത്തെ എഴുന്നേറ്റ്. അപ്പോൾ എനിക്ക് എന്താ പറയുക, അകത്തെ കാര്യങ്ങൾ ചെയ്യണോ പുറത്തെ കാര്യങ്ങൾ ചെയ്യണോ അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക കൊണ്ട് ഇടാനൊന്നും പറ്റിയില്ല. അപ്പം വൈകിട്ട് അവൾ ഉറങ്ങും. അപ്പോൾ ആ ടൈമിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ച് സേവനാച്ചൻ വരുമ്പോൾ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ്. എങ്കിലും എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. മഴയും വല്ലതും ഒക്കെ ആണെങ്കിൽ പിന്നെ ഭയങ്കര തൊല്ലാപ്പായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ബാംഗ്ലൂർ ഭയങ്കര തണുപ്പാണ്. നമുക്ക് കമ്പിളിയൊന്നും പുതയ്ക്കാതെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, അത്രയ്ക്കും നല്ല തണുപ്പാണ്. പിന്നെ ഈ നീല എന്ന് പറയുന്നത് ഞങ്ങളത് വിരിച്ചിട്ട് അതിൻ്റെ മണ്ടയിലാണ് കിടന്ന് ഉറങ്ങുന്നത്.
അപ്പോൾ ഹാളിൽ കിടക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ടി വി ഒക്കെ കണ്ട് കിടന്ന് ഉറങ്ങാമല്ലോ, ആ ഒരു മൈൻഡിലാണ് ഞങ്ങൾ ഹാളിൽ കിടക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കളിപ്പാട്ടങ്ങൾ. മൊത്തം കിലുക്കാപ്പെട്ടികളാട്ടോ. ഇതെല്ലാം ഈ ബക്കറ്റിലാണ് ഞങ്ങൾ വാരിയിടുന്നത്. ഇതും അവൾക്ക് ഇഷ്ടമാണ്, ഹാങ്ങർ. അവൾക്ക് ഇഷ്ടമുള്ളതുണ്ട് ഇതേപോലെ ഡപ്പകൾ. ഇതെല്ലാം അവൾക്ക് ഇഷ്ടമുള്ളത് അവളുടെ ബണ്ണാണ്. ബണ്ണ് ഇത് സെവിനാച്ചൻ്റെ ഒരു സാറ് ഇതേപോലെ കൊടുത്തതായിരുന്നു. കണ്ട, ഇതെല്ലാം ഞങ്ങൾ ഇതേപോലെ, ഇത് മേളത്തെ ഞങ്ങളുടെ ബിൽഡിങ്ങിലെ മേളത്തെ ഒരു അണ്ണൻ കൊടുത്തത് അവൾക്ക്, അവളുടെ ബർത്ത്ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ്. അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഈ കുപ്പി, അവൾ കൂടുതലും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ഇതേപോലെ അവളുടെ കളിപ്പാട്ടാണ്. എന്താണ്ട് ഈ 2 സംഭവങ്ങൾ, ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞങ്ങൾ ഇതേപോലെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇത് അവളുടെ ബണ്ണാണ്. കണ്ടോ, ഇന്നലെ ഞാൻ മുടി കെട്ടിക്കൊടുത്തതാണ്. കണ്ടോ, അത് പക്ഷേ അവൾ കണ്ടപ്പോൾ അവളത് വലിച്ചൂടി, അതുകൊണ്ടത് ഇവിടെ ഇരിക്കട്ടെ. റിമോട്ട്, എനിക്കാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ അത് ഇരിക്കേണ്ട അടുത്ത് തന്നെ ഇരിക്കണം. ഇത് ഞങ്ങളുടെ എന്താ പറയുക സ്നാക്സ്. അതിൻ്റെ കുറേ ലേസ്, ഇത് ഞാൻ ഓഫീസിൽ പോകുമ്പം ഇതേപോലെ തേച്ച് കൊടുക്കും. അതവിടെ ഇരിക്കട്ടെ. ഗൈസ്, എൻ്റെ ബേബി എഴുന്നേറ്റിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് കരച്ചിൽ കേൾക്കാം കേട്ടാ. അപ്പോൾ അവൾ എഴുന്നേറ്റേക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ ക്ലീനിങ് സെക്ഷൻ ഇവിടെ വെച്ച് എന്താ പറയുക സ്റ്റോപ്പ് ആക്കിയിരിക്കുന്നു ഞാൻ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇനി അവൾക്ക് ഞാൻ കൊണ്ട് റാഗിയൊക്കെ കൊടുക്കട്ടെ. അപ്പം ഞാൻ അവളുടെ അടുത്തൊരു പോട്ടെ. അമ്മേനൊക്കെ ഞാൻ എഴുന്നേറ്റോ, ബാ എടി എടി എടി. ഇനി ഞാൻ അവൾക്ക് റാഗിയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ റാഗി ആക്കി കൊടുത്തിട്ട് കുഞ്ഞാവ കളിക്കും. അപ്പോൾ അമ്മ അടുത്ത പണികൾ ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, ബാ എന്നാൽ ശരിയേ. അങ്ങനെ നമ്മൾ റാഗിപ്പൊടി എടുത്ത് കുറച്ച് റാഗി പൊടി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ എങ്ങനെ റാഗി ആക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഞാൻ ആക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് മുമ്പ് ഇതേപോലെ ഞാൻ അല്ലാതെ പൊടി തട്ടിയിട്ട് അതേപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കുറുക്കി എടുക്കത്തേ ഉള്ളായിരുന്നു. അപ്പോൾ മിക്ക ആൾക്കാർക്കും അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ അമ്മ ആക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ റാഗി ആക്കാൻ പഠിച്ചത്. ഇവിടെ അങ്ങനെ ഞാൻ റാഗി ഇതേപോലെ അരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൽമണ്ട് ഉണ്ടല്ലോ, ഈ ബദാം പരിപ്പ്, അപ്പോൾ അത് ഞാൻ വറുത്ത് പൊടിച്ച് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് അതിനകത്തിടും. എന്നിട്ട് ശർക്കര ഇട്ടിട്ട് നല്ലതായിട്ട് എന്താ കുറുക്കിയെടുക്കും. അങ്ങനെയാണ് ഞാൻ ഇവർക്ക് റാഗിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫാൻ ഇട്ട കേട്ടോ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് തണുക്കട്ടെ. ഇത് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് ഭയങ്കര തമാശ കേട്ടോ. നമ്മളൊക്കെ ചെയ്യുന്ന പോലൊക്കെ തന്നെ ടി വി അങ്ങോട്ട് ഓണാക്കും. പിന്നെ ഞങ്ങൾ എന്താ പറയുക കാർട്ടൂണൊന്നുമല്ല ഞങ്ങൾ കാണുന്നത്. നമ്മൾ കാണുന്നത് എന്തോ കുഞ്ഞു പഞ്ചാബി പാട്ടുകൾ ഇല്ലയോ? അത് സെവിനാച്ച പഠിപ്പിച്ചതാണ്. സെവിനാച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പഞ്ചാബി സോങ്, ബെല്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടപ്പം അവളും ഇപ്പം അതിൽ അഡിക്റ്റാണ്. അപ്പോൾ അവൾക്ക് ഈ പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഞാനിപ്പോൾ പാട്ടിട്ട് കൊടുക്കും. പാട്ട് കേൾപ്പിച്ചുകൊണ്ടാണ്, ഞങ്ങൾ പാട്ടൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതേപോലെ റാഗി കഴിക്കുന്നത്. അല്ലേ കുഞ്ഞു? അല്ലേ കുഞ്ഞു? നമ്മൾ റാഗി കഴിച്ചിട്ട് എങ്ങനെ പാട്ട് കേട്ടുകൊണ്ട്. അപ്പം ഞാൻ പാട്ടൊക്കെ വെക്കട്ടെ. അവൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പാട്ട് ഞാൻ കാണിച്ചു തരാം. കുറേ പാട്ടുകളുണ്ട്, ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അങ്ങനെ കുഞ്ഞിന് റാഗിയൊക്കെ കൊടുത്ത് ഇപ്പം ഞാൻ പരിപ്പ് കറി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സമയത്തെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റത്തില്ലല്ലോ. സമയം അങ്ങ് പടക്കെന്നും പറഞ്ഞ് അങ്ങ് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് പരിപ്പ് കറി ആക്കാമെന്നും പറഞ്ഞിട്ട് പോയിരുന്നു. ചടപട ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. പിന്നെ പരിപ്പ് കറി ആക്കുന്നതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ പോയി കാണുക. പിന്നെ കൂടെ ലൈക്കും ഒക്കെ ചെയ്യും. ഇവിടെ ആണെങ്കിൽ അമ്മ വിളിക്കുമ്പോഴൊക്കെ ഇതേപോലെ ചോദിക്കുക എന്തോ കറി വെച്ചു. അപ്പം പരിപ്പാണെങ്കിൽ ഞാൻ പറയും പരിപ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറയും.
അപ്പോൾ ഭയങ്കര ചിരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് പരിപ്പ് എന്ന് പറയുന്നത്, പരിപ്പ് കറി. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കഴിക്കുമ്പോൾ. പിന്നെ കൂടുതൽ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കണം, നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ഒരാൾക്ക് ഞാൻ പാട്ടിട്ട് കൊടുത്ത് അവിടെ നിർത്തിയിട്ട് വന്നേ, അപ്പോഴേക്ക് ഓടി ഇനി വന്ന്. ഇപ്പം പാട്ട് തനി അവിടെ കിടന്ന് പ്ലേ ആവുന്നുണ്ട്. എനിക്ക് കൂട്ടിന് വന്ന് നിൽക്കുക ഒരാള്. ഞാനിവിടെ ആണെങ്കിൽ പച്ചക്കറി കൊട്ടയിൽ നമ്മുടെ കുറെ വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുക കിഴങ്ങും ഉള്ളിയൊക്കെ കിടപ്പുണ്ട്. അപ്പം അതൊക്കെ എടുത്ത് എറിയുക എന്നുള്ളതാണ് അവളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത്. ചോറ്, പിന്നെ നമ്മുടെ പരിപ്പ് കറി. വെട്ടത്തിൻ്റെ ഒരു ഇതുണ്ട്. പരിപ്പ് കറി, തൈര്, ചമ്മന്തി. കുളിപ്പിച്ചു, അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവളിപ്പം ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാട് നടക്കുന്നുണ്ട്. ഈ ഗരമാമനാണെങ്കിൽ ഇന്നും പറ്റിച്ചു ഗൈസ്. അതുകൊണ്ട് പരിപ്പ് തിന്നുന്ന ശരണം. ഇനി വൈകിട്ട് ഇനി എന്തെങ്കിലും മുട്ട വല്ലം പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇച്ചിരി ചമ്മന്തി. ഞാനെപ്പോഴും ഈ ടേബിളിലൊന്നും വെച്ചിട്ട് അല്ല കഴിക്കുന്നത് കേട്ടോ. ഞാൻ ആ തറയിൽ പോയിട്ട് ഇരുന്നിട്ടാണ് കഴിക്കുന്നത്. ഗ്രീൻ ബാഗുണ്ട്, ഗ്രീൻ ബാഗിനകത്ത് എന്താ പറയുക ഇരുന്നിട്ടാണ് TV ഒക്കെ നോക്കി വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. ആരും ഇല്ലല്ലോ നമ്മുടെ കൂടിന്. അപ്പം അവളും ഉണ്ട്, അവളിരുന്ന് കളിക്കും ആ സമയത്ത്. ഞാൻ ചോറ് കഴിക്കാൻ പോകണം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിച്ച. സൂപ്പർ. നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് കഴിച്ചു. കുഞ്ഞു ഒരാളാണെങ്കിൽ കസേരയെ ചവിട്ടി ചവിട്ടി മണ്ടയിലോട്ട് കയറുന്നു. ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണണേ.